ഷെഫീദ് ഫുട്ബോൾ പീക്കിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ആദ്യ അഭയ മത്സരത്തിന് ഇറങ്ങുകയാണ്. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 7:30 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നത് അവരുടെ സ്വന്തം തട്ടകത്തിൽ. നിലവിൽ 2 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നു. 2 ഹോം മത്സരങ്ങളായിരുന്നു. ഒരു വിജയവും ഒരു പരാജയവുമായി നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 3 പോയിന്റ് ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കോച്ചിന്റെ കീഴിലുള്ള ആദ്യ അഭയ മത്സരമാണ്. ശരിക്കും നിർണായക ഘട്ടങ്ങളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം എവേ മത്സരങ്ങളിൽ അത്ര മികച്ച റെക്കോർഡല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, ഒട്ടുമിക്ക ക്ലബ്ബുകൾക്കും എവേ മത്സരങ്ങളിൽ മികച്ച പോയിന്റ് നേടുക എന്നത് ദുഷ്കരമായിരിക്കും. നമുക്കറിയാം, മത്സരങ്ങൾ കൂടുതൽ കടുപ്പമേറിയതായിരിക്കും. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും അത് തന്നെയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ വിദേശ മത്സരങ്ങളിൽ അല്ലെങ്കിൽ എവേ മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റു ടീമുകളുമായി മത്സരിക്കുമ്പോൾ കൂടുതൽ പോയിന്റുകൾ നേടുക എന്നതാണ് ശരിക്കും പ്രധാന ലക്ഷ്യം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ തുടർച്ചയായി 3 എവേ മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കേണ്ടതുണ്ട്. എവേ മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും പരമാവധി പോയിന്റ് സ്വന്തമാക്കാൻ കഴിയണം. അതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വലിയ ടാസ്കായി വരാൻ പോകുന്നത്. നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് ആദ്യ എവേ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുമ്പോൾ. കഴിഞ്ഞ മത്സരത്തിലെ വിജയത്തിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ശരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും വലിയ വെല്ലുവിളി തന്നെ നേരിടേണ്ടി വരും. ബെനോലിക്ക് കീഴിൽ നിലവിൽ മികച്ച പ്രകടനമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ച ആ പ്രകടനം ഈ എവേ മത്സരത്തിൽ തുടരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ സമയം രാത്രി 7:30 കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുമ്പോൾ പുതിയ കോച്ച് സ്റ്റാരയ്ക്ക് കീഴിൽ പുതിയ വെല്ലുവിളിയാണ്. എവേ മത്സരങ്ങളിൽ പരമാവധി പോയിന്റ് സ്വന്തമാക്കുക. മിനിമം ഒരു പോയിന്റെങ്കിലും എവേ മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കേണ്ടതുണ്ട്. നിർണായക പോയിന്റുകളാണ്. ശരിക്കും 3 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എവേ മത്സരങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുമ്പോൾ ബാംഗ്ലൂർ എഫ്സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കൊച്ചിയിലെ മത്സരം. ആ മത്സരത്തിലേക്ക് എത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പരമാവധി പോയിന്റ് നേടിയിരിക്കണം. ശരിക്കും ഇതുപോലുള്ള പ്ലാനിംഗ് ആയിരിക്കണം ബ്ലാസ്റ്റേഴ്സ് നടത്തേണ്ടത്. എന്തായാലും എവേ മത്സരങ്ങളിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോമിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 7:30 കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ സ്വന്തം തട്ടകത്തിൽ.